ഇറാൻ പിടിച്ചെടുത്ത MSC ഏരീസ് കപ്പലിലെ 4 മലയാളികളും തിരിച്ച് കേരളത്തിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് കോഴിക്കോട് വെള്ളിപറമ്പ് സ്വദേശി ശ്യാംനാഥാണ്. 2 മാസം നീണ്ട ഈ പ്രശ്നങ്ങൾക്കൊടുവിലാണ് താങ്കൾ തിരിച്ച് കേരളത്തിലെത്തിയിരിക്കുന്നത്, ജന്മനാട്ടിലെത്തിയിരിക്കുന്നത്. ഈ 2 മാസത്തെ അവിടുത്തെ സാഹചര്യം എന്തായിരുന്നു? 2 മാസം അവിടെ ഇറാൻ്റെ സൈഡിൽ നിന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. ഞങ്ങൾ ഇനഫ് ബോൾഡായിരുന്നു. അങ്ങനെ ഈ 2 മാസം നന്നായിട്ട് പോയി. പക്ഷേ മെൻ്റൽ സ്ട്രെസ്സും ടെൻഷനും ആയിരുന്നു. കാരണം ഞാനൊക്കെ എൻ്റെ കോൺട്രാക്റ്റ് കഴിയണ ഒരു സമയമായിരുന്നു. ഓൾമോസ്റ്റ് 7 months ഞാനവിടെ ഉണ്ടായിരുന്നു ആ ഷിപ്പിൽ. അത് കഴിഞ്ഞിട്ട് സൈൻ ഓഫ് ആവുന്ന ആ ഒരു സമയത്താണ്, അതിൻ്റെ 2 ദിവസം മുന്നെയാണ് ഇവർ പിടിച്ചു കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് 12-ാം തീയതി അവർ റിലീസ് ചെയ്യുമ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 9 മാസം കവർ ചെയ്തിരുന്നു. വേറെയും കൂടെ ഉള്ളവരും 10 മാസവും 7 മാസവും ഒക്കെ അവർ കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെൻ്റൽ സ്ട്രെസ് ഉണ്ടായിരുന്നു. അതോടൊപ്പം അവരുടെ ഈ നിങ്ങളോടുള്ള പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു? ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കിട്ടിയിരുന്നു? എന്തായിരുന്നു അവസ്ഥ? ഭക്ഷണം അവരല്ല തീരുമാനിക്കണത് എന്ന് പറഞ്ഞാൽ, ഷിപ്പിലുള്ള തന്നെ അവിടെയുള്ള ഒരു ഏജൻറ്റ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം സപ്ലൈ ചെയ്യാണ്. ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഷിപ്പിലെ അതേ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഭക്ഷണം തന്നെയാണ് പിന്നെ അവർ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, തടവിലാക്കി എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ വലിയ രീതിയിൽ ഭീതിയോടെ കാഴ്ക്കൂല, അതായത് അവരുടെ ഭാഗത്തു നിന്നും മോശമായ പെരുമാറ്റമൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ധാരണയുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ചോദിച്ചത്. നിങ്ങൾ തടവിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഹോസ്റ്റേജ് സിറ്റുവേഷനാണ്. നമ്മളെ ഷിപ്പ് അത് ഞങ്ങൾ ക്രൂവോടുള്ള പ്രശ്നം കൊണ്ടല്ല, ഇന്ത്യയും ഇറാനും ഒക്കെ തമ്മിൽ വളരെ നയതന്ത്രപരമായി നല്ല റിലേഷനാണ് മെയിൻറ്റെയിൻ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമല്ല ഇവിടെ ഉണ്ടാവണം. ക്രൂ എല്ലാവരും എന്തൊക്കെയോ ഇൻ്റർനാഷണൽ പ്രശ്നങ്ങൾ കാരണം അവിടെ കുറച്ച് ദിവസം സ്റ്റക്കായി എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഇറങ്ങി വരുന്നതാണ് കണ്ടുവന്നത്. കൃത്യമായ കാരണങ്ങളൊന്നും ഇപ്പോഴും വ്യക്തമല്ല. എന്ത് കാരണം ഈ ഇസ്രായേൽ പ്രശ്നമാണ് ഈ കപ്പൽ പിടിച്ചെടുക്കാൻ കാരണമെന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ് കൃത്യമായ ഒരു കാരണം നിങ്ങൾക്കും വ്യക്തമായിട്ടില്ല അല്ല ഇതുവരെ? ഞങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമല്ല. ആദ്യം ഓണറാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ അതൊന്നും വ്യക്തമായ ഓരോ കാരണങ്ങളല്ല. ഇതുവരെ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. വിഷയങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, അതാണ്. ഇനി എന്താണ് പ്ലാൻ? ഇനിയിപ്പോൾ തിരിച്ച് പോകാനുള്ള ഒരു തയ്യാറെടുപ്പുണ്ടോ? അടുത്ത 5-6 മാസത്തിൽ തിരിച്ചു പോകും. ഞാൻ ഇപ്പോൾ വന്നിട്ട് 9 മാസത്തെ ഒരു ഇത് കഴിഞ്ഞ് വന്നതാണല്ലോ. അപ്പോൾ അടുത്ത 5-6 മാസത്തിനുള്ളിൽ തിരിച്ചു പോകും. ആദ്യ സമയത്തൊന്നും വീട്ടുകാരൊന്നുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല അല്ലേ? അതിനുശേഷം കുറച്ച് ദിവസം യാതൊരു ബന്ധവുമില്ല, അതിനുശേഷം മൊബൈലൊക്കെ തിരിച്ച് കിട്ടുകയായിരുന്നല്ലേ? ആദ്യത്തെ ഒരു 2 ദിവസം മൊബൈൽ കിട്ടിയിട്ടില്ല. പിന്നെ എല്ലാ ദിവസവും 1 മണിക്കൂർ, പിന്നെ അത് കൂടാണ്ട് അടുത്ത ദിവസം 2 മണിക്കൂർ, പിന്നെ അങ്ങനെ സമയം കൂട്ടിയിട്ട് എല്ലാ ദിവസവും വീട്ടിൽ ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലുള്ള മോചനം എങ്ങനെയായിരുന്നു? ഏത് ഇടപെടലിലാണ് ഏറ്റവും ഒടുവിൽ മോചനം ഉണ്ടായത്? ഇത് പ്രധാനമായി നന്ദി പറയേണ്ടത് ഇറാൻ എംബസി, അതുപോലെ കോൺസുലേറ്റ്, അതുപോലെ എൻ്റെ കമ്പനിയും. അവരെല്ലാവരെയും കമ്പൈൻഡ് എഫേർട്ടും പിന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ പ്രാർത്ഥനയും കാരണമാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഇവിടുന്ന്. പിന്നെ അതുകൂടാതെ വളരെ എല്ലാം പെട്ടെന്നായിരുന്നു. റഷ്യൻസാണ് ഞങ്ങളെ റിലീവ് ചെയ്തത്. കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? കമ്പനി എല്ലാവരും വളരെയധികം ഓർഗനൈസായിട്ട് വർക്ക് ചെയ്തു. കുറച്ച് ഡിലേസ് ഉണ്ടായിരുന്നു, പക്ഷേ ഓർഗനൈസായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത്. റിലീവർ വരാനും കുറച്ച് താമസം എടുത്തു. കാരണം ഇത്രയും ഇൻ്റർനാഷണലി ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത സ്ഥിതിക്ക് റിലീവേഴ്സിന് വരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൂടാണ്ട് നല്ല ഇൻവോൾവ്മെൻറ്റ് വേണം ഇതിന് എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിലാക്കാൻ. അന്ന് നിങ്ങളോടൊപ്പം ആ കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും ഇപ്പോൾ മോചനം നേടിയിട്ടുണ്ടോ? ഇനി ഇപ്പോഴും നിലവിൽ അവിടെ ആരെങ്കിലും കഴിയുന്നുണ്ടോ? അന്ന് കപ്പലിലുണ്ടായിരുന്നവരിൽ ഇപ്പോഴും 8 ഇന്ത്യക്കാർ ഇപ്പോഴും അവിടെ തന്നെയാണ്. അതുകൂടാതെ 3 ഫിലിപ്പീനോ നാഷണാലിറ്റി, 1 റഷ്യൻ, പിന്നെ 2 പാകിസ്ഥാനി. ഇവരെല്ലാവരും ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ശ്യാംനാഥ് ഉൾപ്പെടെ ഇപ്പോൾ മോചിപ്പിച്ചു. അപ്പോൾ ഈ ക്രൂ ചേഞ്ചിങ് അവിടെ പകരം നടന്നിട്ടുണ്ടോ? ക്രൂ ചേഞ്ചിങ് വന്നപ്പോഴാണോ? ഇനി വരുന്ന എല്ലാ ആൾക്കാരും വിത്തൗട്ട് റിലീവർ വരാൻ, ഈ റിലീവർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പകരക്കാരൻ എന്നാണ്. അതില്ലാതെ വരാൻ പറ്റില്ല. അതാണ് തീർച്ചയായിട്ടും 2 മാസം നീണ്ട ദുരിത ജീവിതമായിരുന്നു. അതാണ് ഇപ്പോൾ ശ്യാംനാഥ് 24ന്റെ പ്രേക്ഷകരോട് പങ്കുവച്ചത്. ശ്യാംനാഥ് ഉൾപ്പെടെ പാലക്കാട് സ്വദേശി ഉണ്ടായിരുന്നു, വയനാട് സ്വദേശി ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഒരു മലയാളിയായ യുവതി തിരിച്ചെത്തിയിരുന്നു. അങ്ങനെ 4 മലയാളികൾ അടക്കമുള്ള ആളുകളായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. എന്നാണെങ്കിലും നാട്ടിലെത്തിയതിൻ്റെ സന്തോഷമാണ് ശ്യാംനാഥ് ഇപ്പോൾ പങ്കുവച്ചത്. ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.